അങ്ങനെ ഞാനും പൊങ്കാല ഇടാനായിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോയി. അപ്പോൾ നമുക്ക് സ്ഥലം കിട്ടി. നമ്മുടെ പൊങ്കാല ഇട്ട് പൊങ്കാല ഇടാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒരുപാടധികം സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടി. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ പൊങ്കാല ഇട്ടത്. പിന്നെ എനിക്ക് ഇടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പലപ്പോഴും അതിന് പറ്റുന്നില്ലായിരുന്നു. എന്തായാലും വിചാരിച്ച് ഈ വർഷം എന്തായാലും ഉറപ്പായിട്ടും പോയി പൊങ്കാല ഇടണമെന്ന് അങ്ങനെ നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. വ്രതമൊക്കെ എടുത്ത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ പോയി പൊങ്കാല സമർപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ടുപേരും എന്തായാലും തലേന്ന് തന്നെ രാത്രി പോയി ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ പോയി തൊഴുത് ദേവിയെ കണ്ട് തൊഴുത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എന്തായാലും നമുക്ക് സ്ഥലമൊക്കെ കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടു. അത് ചേട്ടനോട് പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നൊരു ചേട്ടൻ്റെ വീടും സ്ഥലമൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ആകുമ്പോൾ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് മനസ്സിൻ്റെ 1000 കൊല്ലം തപസ് ചെയ്താലും കിട്ടാതത്ര ഒരു മനസ്സിന് സമാധാനം സന്തോഷമൊക്കെ കിട്ടി പൊങ്കാല ഇട്ടതിലൂടെ. ശരിക്കും പറഞ്ഞാൽ ആ പൊങ്കാല നമ്മളവിടെ നേദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളവിടെ ആ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വൈകാരികത, ആ ഒരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും വന്ന് പൊങ്കാല ഇടണം. ഈ കാണുന്നതൊക്കെ കണ്ണൂരുകാരാണ് കേട്ടോ, ഈ നിൽക്കുന്ന സൈഡിൽ. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ പൊങ്കാല തിളച്ച് തൂകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലെന്താ പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആറ്റുകാൽ അമ്മയോട് പറഞ്ഞ അമ്മയെ ഉറപ്പായും സാധിച്ചു തരും. ആ ഒരു വിശ്വാസം അത് തന്നെയാണ് ഏറ്റവും വലുത്. അത് ഞാനും അതുപോലെ തന്നെ എൻ്റെ ആറ്റുകാൽ അമ്മയെ വിളിച്ച് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലതായി വരട്ടെ.